ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മുട്ട പപ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതുപോലെ ഇതിൽ തന്നെ സ്വീറ്റ്ന ഉണ്ടാക്കുന്നതും കാണിക്കുന്നുണ്ട്. ഈ ഒരു പാസ്ട്രി ഷീറ്റ് വെച്ചിട്ട് തന്നെയാണ് ഇത് രണ്ടും കാണിക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ഒരുപാട് സ്റ്റെപ്പൊന്നും ഇല്ലാതെയാണ് ഇതിനകത്ത് ഈ ഷീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ്, ഇത് ഓവനില്ലാതെയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു 3 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. 250 ml ഒരു കപ്പിലാണ് ഞാൻ അളന്നിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1.25 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ വാനില പൗഡർ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ പൗഡറായിട്ട് വാങ്ങാൻ കിട്ടും. ഇല്ലെന്നുണ്ടെങ്കിൽ വാനില എസൻസ് 1 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഇനി 3 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്താൽ മാത്രമേ ഒരു ചെറിയൊരു മധുരം കിട്ടും. ഒരു പകുതി നാരങ്ങ എടുത്തിട്ടുണ്ട്, അതിൻ്റെ നീര് കൂടി ചേർക്കാം. 1 ടീസ്പൂണോളം നാരങ്ങ നീര് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാർഗറിനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നാട്ടിൽ ബേക്കിംഗ് വനസ്പതി എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും. അപ്പോൾ അങ്ങനെ വാങ്ങിയാലും മതി, അല്ലെങ്കിൽ അൺസാൾട്ടഡ് ബട്ടർ യൂസ് ചെയ്താലും മതി ഇതിന് പകരമായിട്ട്. അപ്പോൾ ഞാനിത് ഇങ്ങനെ ഒരു പാക്കറ്റിലാണ് ഇവിടെ വാങ്ങാൻ കിട്ടുന്നത്. ഇതിൽ പാം ഓയിലൊക്കെ കണ്ടൻ്റ് ഉള്ളൊരു ബട്ടർ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊരു 1/4 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക്. അപ്പോൾ മാർജറിൻ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ബട്ടർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലുള്ളത് യൂസ് ചെയ്യാം. പിന്നെ നാട്ടിൽ വനസ്പതി ബേക്കിംഗ് വനസ്പതി എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും. അപ്പോൾ അങ്ങനെ അത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. പഫ്സ് ഉണ്ടാക്കുമ്പോൾ ഒരു നന്നായിട്ട് തന്നെ കിട്ടും. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ തണുത്തത് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി വെള്ളം എടുത്തിട്ടുള്ളത് 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ വെള്ളം എടുക്കുമ്പോൾ കുറേശ്ശെ മാത്രം ഒഴിച്ചു കൊടുക്കുക. ഓരോ കപ്പളവ് അനുസരിച്ചിട്ട് കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടാകും. അതുപോലെ എടുക്കുന്ന മൈദ അനുസരിച്ചിട്ടും വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അല്ലാതെ വെള്ളം കൂടിപ്പോകും, അല്ലെങ്കിൽ നമ്മൾ മൊത്തത്തിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം കൂടിപ്പോകും. ഇതിലേക്ക് ഞാൻ കുറച്ച് ഫുഡ് കളർ കൂടി ചേർക്കുന്നുണ്ട്. ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട്, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു ഡ്രോപ്പ് മാത്രം ഫുഡ് കളർ കൂടി ചേർക്കുന്നുണ്ട് പിന്നീട്. അപ്പോൾ വെള്ളത്തിൽ നിന്ന് ഒരു കപ്പിൽ നിന്ന് ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം കുറവാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഒരു 1-1.5 ടേബിൾ സ്പൂൺ മാത്രമേ ബാക്കി വന്നിട്ടുള്ളൂ. ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് ഇതിലേക്ക് ഒരു ഡ്രോപ്പ് കളർ ചേർക്കുന്നുണ്ട്. കളർ ഓപ്ഷണലാണ്, ചേർക്കാൻ ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാൽ മതി. അപ്പോൾ ഇതിലേക്ക് ഒരു ചെറിയൊരു ബേക്ക് ചെയ്ത് വരുമ്പോൾ ഒരു ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചേർത്തിട്ടുള്ളതാണ്. കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മൈദ ഒന്ന് വിതറിയിട്ട് ഇത് നന്നായിട്ട് സോഫ്റ്റാക്കി എടുക്കാം. ആവശ്യത്തിന് മൈദ ഒന്ന് വിതറി കൊടുക്കണം. ഇതേപോലെ കൈകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് തന്നെ ഇതൊന്ന് സോഫ്റ്റാക്കി എടുക്കാം. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിനി ഒരു നനഞ്ഞൊരു ടവൽ വെച്ചിട്ട് കവർ ചെയ്തിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. ഒരുപാട് നേരമൊന്നും വേണ്ട. ഇതേപോലെ ഒരു ടവൽ വെച്ചിട്ട് കവർ ചെയ്തിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഇപ്പോൾ ഇത് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിനെ ഒന്ന് പരത്തിയെടുക്കാം.
അപ്പോൾ കുറച്ച് മൈദ ഒക്കെ നന്നായിട്ട് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. ഒരുപാട് കനം കുറച്ചിട്ട് പരത്തേണ്ട ആവശ്യമില്ല, കുറച്ചൊന്ന് കനത്തെ തന്നെയാണ് പരത്തിയെടുക്കേണ്ടത്. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് മാർജറിൻ നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കൂടുതലായിട്ട് തന്നെ വേണം, ഇല്ലെങ്കിൽ നമ്മൾ പഫ്സൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നന്നായിട്ട് കിട്ടില്ല. അപ്പോൾ അത്യാവശ്യം നല്ല പോലെ തന്നെ ഇതിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ കൈകൊണ്ടൊന്ന് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ സോഫ്റ്റായിട്ട് കിട്ടും. എന്നിട്ട് എല്ലായിടത്തും നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനി ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് 4 ലെയറായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒരു 4 ലെയർ കിട്ടും. ഇനി ഇത് ഒന്നുകൂടി ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. മൊത്തത്തിൽ ഇതൊരു 3 തവണ ഞാൻ പരത്തിയെടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അത് ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ മാർജറിൻ തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം കുറച്ചും കൂടെ ഒരു 4-5 പ്രാവശ്യമൊക്കെ വേണമെങ്കിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതൊരു 3 പ്രാവശ്യമൊക്കെ ഇങ്ങനെ ചെയ്യുന്നുള്ളൂ. ഒന്നുകൂടെ ആദ്യം ചെയ്തതുപോലെ തന്നെ ഒന്ന് പരത്തിയെടുത്തിട്ട് ഇതിലേക്ക് വീണ്ടും മാർജറിൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അളവ് ഒരു 150-200 ഗ്രാം വരെ വേണ്ടി വരും. പിന്നെ അവരവരുടെ ഇഷ്ടമനുസരിച്ചിട്ട് കുറയ്ക്കാം. അപ്പോൾ കുറയ്ക്കുമ്പോൾ ആ ഒരു പഫ്സിൻ്റെ ആ കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടില്ല. ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇതിലേക്ക് നല്ലൊരു ലെയർ ഉണ്ടാവും. ഇനി ഇത് ആദ്യം ചെയ്ത പോലെ തന്നെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇതിലേക്ക് ഇനി മാർജറിൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മൈദപ്പൊടി ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ലെയർ ഒന്ന് വിട്ടു വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഒരു ഫ്രിഡ്ജിലേക്ക് ഒരു 30 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഫ്രീസറിലാണെങ്കിൽ ഒരു 10-15 മിനിറ്റൊക്കെ വെച്ചാൽ മതി. എന്നിട്ടാണ് ഇത് പരത്തിയിട്ടെടുക്കുന്നത്. അപ്പോൾ ഇത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഇനി ഇതിലേക്കായിട്ട് മുട്ട വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല ഉണ്ടാക്കാം. അതിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി സവാള ചേർക്കാം. സവാള കുറച്ച് കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. അതൊക്കെ അവരവരുടെ എരിവനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഈ മസാലപ്പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് കൂടെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഇതിലേക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇതിനി ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് പരത്തിയെടുക്കാം. കുറച്ച് മൈദ ഒന്ന് വിതറി കൊടുത്തിട്ട് നന്നായിട്ട്, ഒരുപാട് കനം കുറച്ചിട്ട് വേണ്ട, അത്യാവശ്യം കുറച്ച് കനം വേണം. അപ്പോൾ ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. ഈ കട്ട് ചെയ്യുന്നത് വെച്ചിട്ടാണ് സ്വീറ്റ്ന ഉണ്ടാക്കുന്നത്. ഇത്രയും കനത്തിലാണ് ഇത് പരത്തിയെടുത്തിട്ടുള്ളത്. 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഒരു സ്ക്വയർ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്.
ഈ ഒരളവിൽ ഒരു 12 പഫ്സൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ വലിപ്പം അനുസരിച്ചിട്ട് കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഒരു പീസിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് മസാല വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു പകുതി മുട്ട വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ സെൻറ്ററിലേക്കായിട്ട് വെച്ചിട്ട് മറ്റേ സൈഡിൽ നിന്ന് വെക്കുക. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് ഇതിലേക്കൊന്ന് തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്റ്റിക്കായി കിട്ടും. ഇതേപോലെ വെച്ചിട്ട് വേണമെങ്കിലും ബേക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഈ 4 സൈഡൂടെ സെൻറ്ററിലേക്ക് വെച്ചിട്ടും ബേക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ഇങ്ങനെ 2 സൈഡ് മാത്രം ഒട്ടിച്ചു കൊടുത്തിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുത്താലും നല്ലതാണ്. ഇത് കുറച്ച് അധികം ഷീറ്റ് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഫ്രീസറിൽ വെച്ചാൽ മതി. എന്നിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് എടുത്ത് പുറത്ത് വെച്ച് തണുപ്പ് മാറി കഴിയുമ്പോൾ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് മൊത്തത്തിൽ തയ്യാറാക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു നല്ല കളർ, ആ പഫ്സിൻ്റെ ഒരു നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടും ഒന്ന് ക്രിസ്പി ആയിട്ട് അതിൻ്റെ പുറം ഭാഗം കിട്ടാൻ വേണ്ടിയിട്ടുമാണ് മുട്ട ബ്രഷ് ചെയ്യുന്നത്. ഓവൻ 200 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓവനിലേക്ക് വെച്ചിട്ട് ഇതൊരു 25 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. 25 മുതൽ 30 മിനിറ്റ് വരെയൊക്കെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്നുകൂടി ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ. ഇനി ഓവനില്ലാതെ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. ഈ പപ്സിൻ്റെ മുകളിലായിട്ടും മുട്ട ഒന്ന് ബീറ്റ് ചെയ്തത് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഓവൻ ഇല്ലാതെ ചെയ്താലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇനി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നന്നായിട്ട് പ്രീഹീറ്റ് ആയതിന് ശേഷം വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇതിനെ അടച്ചു വെച്ചിട്ട് ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ബാക്കി സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത് ഇതേപോലെ റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ബാക്കി വന്നിട്ടുള്ളതാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ ഇതിൽ നിന്ന് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുത്താലും മതി. എന്നിട്ട് വീണ്ടും അതിൻ്റെ ബാക്കിയിൽ നിന്ന് തന്നെ അടുത്തതും ഇതേപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം വലിപ്പം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ഇതേപോലെ കൂടുതൽ കനത്തിൽ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ 3ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് കൈ കൊണ്ട് തന്നെ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ലെയറൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ അതേപോലെ ഞാൻ കുറച്ച് ആക്കിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ സ്വീറ്റ്ന വാങ്ങുമ്പോൾ ഇതേപോലെയാണ് കിട്ടാറ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് പഞ്ചസാര ഇങ്ങനെ ഇട്ട് കൊടുക്കാം. മുട്ട ബ്രഷ് ചെയ്തിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് മുട്ടയുടെ ആ ഒരു ബീറ്റ് ചെയ്തിട്ടുള്ള ഇതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി. ഇപ്പോൾ ഓവനിൽ വെച്ച പപ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ കളറൊക്കെ വന്ന് നല്ലപോലെ തന്നെ ബേക്കായിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. സ്വീറ്റ്നയും ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് ഓവൻ ഇല്ലാതെ ഞാൻ ചെയ്തെടുത്തിട്ടുള്ള പപ്സാണ്. അതും ഇതും തമ്മിൽ ഒട്ടും വ്യത്യാസമില്ല. നന്നായിട്ട് തന്നെ കളറും കിട്ടിയിട്ടുണ്ട്, നല്ലതുപോലെ തന്നെ ബേക്കായിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിമൊക്കെ അനുസരിച്ചിട്ട് ചിലപ്പോൾ ടൈമൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടാകും. നല്ല കളർ വന്നിട്ടില്ലെങ്കിൽ കുറച്ച് സമയം വെച്ചാൽ മതി. സ്വീറ്റ്നയും നന്നായിട്ട് തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. സ്വീറ്റ്നയും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക്